ലക്ഷക്കണക്കിന് വരുന്ന സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒന്നാണ് കുടിശ്ശികയുടെ കാര്യത്തിലുള്ള തീരുമാനം. വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന ഈ ആനുകൂല്യം വരാനിരിക്കുന്ന സംസ്ഥാന ബജറ്റിലോ അതിനു തൊട്ടുമുമ്പോ പ്രഖ്യാപിക്കാനുള്ള സജീവമായ ആലോചനയിലാണ് പിണറായി വിജയൻ സർക്കാർ. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടിയും ജീവനക്കാർക്കിടയിലെ വർദ്ധിച്ചു വരുന്ന അതൃപ്തിയും സർക്കാരിന്റെ ഈ തീരുമാനത്തിലേക്ക് നയിക്കുന്ന പ്രധാന ഘടകങ്ങളാണ്. എന്താണ് നിലവിലെ സാഹചര്യം? സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കേണ്ട DA ഗഡുക്കളിൽ വലിയൊരു ശതമാനം നിലവിൽ കുടിശ്ശികയാണ്. ഡിസംബറിലെ ദേശീയ വില സൂചിക കണക്കിലെടുക്കുമ്പോൾ ഈ മാസം 2% DA കൂടി വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഇതോടെ ജീവനക്കാർക്ക് അവകാശപ്പെട്ട ആകെ DA 37% ഉയരും. എന്നാൽ നിലവിൽ സർക്കാർ നൽകിക്കൊണ്ടിരിക്കുന്നത് വെറും 22% മാത്രമാണ്. അതായത് ഏകദേശം 15%ഓളം DA കുടിശ്ശികയായി തുടരുന്നു. ഇതിൽ 2023 ജൂലൈ മാസത്തിലും 2024 ജനുവരി മാസത്തിലും ലഭിക്കേണ്ടിയിരുന്ന 2 ഗഡുക്കളെങ്കിലും ഉടൻ അനുവദിക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത്. ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ജനുവരി 29 അവതരിപ്പിക്കുന്ന സംസ്ഥാന ബജറ്റിൽ ഉണ്ടാകാനാണ് സാധ്യത കൂടുതൽ. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലാവധി അവസാനിക്കാറായ സാഹചര്യത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന ബജറ്റാണിത്. അതിനാൽ തന്നെ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ അനിവാര്യമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ രാഷ്ട്രീയ തിരിച്ചടിക്ക് ഒരു കാരണം സർക്കാർ ജീവനക്കാരുടെ ഇടയിലെ അതൃപ്തിയാണെന്ന് CPM-നുള്ളിൽ തന്നെ വിലയിരുത്തലുണ്ട്. സർക്കാരിന്റെ നയങ്ങളെ താഴെത്തട്ടിൽ എത്തിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ജീവനക്കാർക്ക് അർഹമായ ആനുകൂല്യങ്ങൾ നൽകാതെ മുന്നോട്ട് പോകുന്നത് രാഷ്ട്രീയമായി വലിയ വെല്ലുവിളിയാകും. CPM-ന്റെ കോട്ടകളിൽ പോലും തിരിച്ചടി നേരിട്ട സാഹചര്യത്തിൽ കായംകുളം പോലുള്ള മണ്ഡലങ്ങളിൽ VS അച്യുതാനന്ദന്റെ മകൻ അരുൺകുമാറിനെ പോലുള്ളവരെ മത്സരിപ്പിക്കാൻ പാർട്ടി ആലോചിക്കുന്നതായും വാർത്തകളുണ്ട്. രാഷ്ട്രീയമായി അഴിച്ചുപണികൾക്കൊപ്പം തന്നെ ജീവനക്കാരുടെ സാമ്പത്തിക ആവശ്യങ്ങൾ പരിഗണിക്കേണ്ടത് സർക്കാരിന്റെ നിലനിൽപ്പിന്റെ കൂടി പ്രശ്നമായി മാറിയിരിക്കുകയാണ്. ഇതര സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളം ക്ഷാമബത്ത കുടിശ്ശികയുടെ കാര്യത്തിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മോശം അവസ്ഥയിലുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. റിപ്പോർട്ടുകൾ പ്രകാരം DA കുടിശ്ശികയിൽ കേരളമാണ് രാജ്യത്ത് 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഒരു രൂപ പോലും DA കുടിശ്ശികയില്ലാത്ത സംസ്ഥാനമായി ഗുജറാത്ത് മാതൃകയാകുന്നുമുണ്ട്. ഗോവ, ഉത്തർപ്രദേശ്, തമിഴ്നാട്, ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ വെറും 1% മാത്രമാണ് കുടിശ്ശികയുള്ളത്. ഇവിടെ IAS, IPS ഓഫീസർമാർക്ക് കേന്ദ്ര നിരക്കിൽ കൃത്യമായി DA ലഭിക്കുമ്പോൾ സാധാരണക്കാരായ ജീവനക്കാർക്കും അധ്യാപകർക്കും അത് നിഷേധിക്കപ്പെടുന്നു എന്നത് വലിയ വിവേചനമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. DA അനുവദിക്കാൻ സർക്കാർ തയ്യാറായാലും അത് എങ്ങനെ നടപ്പിലാക്കും എന്നത് വലിയ ചോദ്യചിഹ്നവുമാണ്. നിലവിൽ ഖജനാവ് നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കാരണം കുടിശ്ശിക തുക പണമായി നൽകാൻ സർക്കാർ മുതിരില്ല എന്നതാണ് സൂചന. പകരം DA നിരക്ക് വർദ്ധിപ്പിക്കുകയും കുടിശ്ശിക തുക PF-ൽ ലയിപ്പിക്കുകയും ചെയ്യാനാണ് സാധ്യത. മുൻകാല പ്രാബല്യത്തോടെയുള്ള വലിയ തുക നൽകുന്നത് ഒഴിവാക്കി പ്രതിമാസ ശമ്പളത്തിൽ മാത്രം വർധനവ് വരുത്തുന്നത് വഴി പെട്ടെന്നുള്ള വലിയ ബാധ്യത ഒഴിവാക്കാൻ സർക്കാരിന് സാധിക്കും. കേന്ദ്ര ജീവനക്കാരുമായുള്ള വ്യത്യാസം: കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ DA നിലവിൽ 58%. ഈ മാസം വരാനിരിക്കുന്ന 2% വർധനവ് കൂടി ചേരുമ്പോൾ അത് 60% ഉയരും. കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ഈ വലിയ വ്യത്യാസം ജീവനക്കാരുടെ വാങ്ങൽ ശേഷിയെയും ജീവിത നിലവാരത്തെയും ബാധിക്കുന്നുണ്ട്. വിലക്കയറ്റം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ DA വർധനവ് എന്നത് ആഡംബരമല്ല, മറിച്ച് ജീവനക്കാരുടെ അവകാശമാണെന്ന വാദമാണ് സംഘടനകൾ ഉയർത്തുന്നത്. ജനുവരി 29 ബജറ്റാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കും. ബജറ്റിന് മുമ്പ് തന്നെ ഒരു പ്രത്യേക പ്രഖ്യാപനത്തിലൂടെ ജീവനക്കാരുടെ വിശ്വാസം നേടിയെടുക്കണോ അതോ ബജറ്റിലെ പ്രധാന ഇനമായി ഇത് അവതരിപ്പിക്കണോ എന്ന ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. സ്വർണത്തിന് പകരം 2026 ഡോളറിന്റെ വർഷമാകുമെന്ന സാമ്പത്തിക പ്രവചനങ്ങൾക്കിടയിൽ ആഗോള സാമ്പത്തിക മാറ്റങ്ങൾ കേരളത്തിന്റെ സാമ്പത്തിക രംഗത്തെയും ബാധിച്ചേക്കാം. ഇത്തരം ഘടകങ്ങളെല്ലാം പരിഗണിച്ചാകും ധനമന്ത്രി KN ബാലഗോപാൽ ബജറ്റ് തയ്യാറാക്കുന്നത്. കേരളത്തിലെ സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം വളരെ നിർണായകമാണ്. 15%ഓളം വരുന്ന കുടിശ്ശികയിൽ ഒരു ഭാഗമെങ്കിലും ലഭിക്കുന്നത് അവർക്ക് വലിയ ആശ്വാസവുമാകും. എന്നാൽ പ്രഖ്യാപനങ്ങൾ വെറും കടലാസിൽ ഒതുങ്ങുമോ അതോ കൃത്യമായി ശമ്പളത്തിൽ പ്രതിഫലിക്കുമോ എന്നതാണ് കണ്ടറിയേണ്ടത്. രാഷ്ട്രീയമായ അതിജീവനത്തിനും ഭരണ തുടർച്ചയുടെ പ്രതിച്ഛായ നിലനിർത്തുന്നതിനും സർക്കാരിന് ഇത്തവണ DA കുടിശ്ശികയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരുമെന്ന് ഉറപ്പാണ്.